العالمين الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള നണ്ടോപ്പിരിസത്തിലെ മുഅ്മിനുകളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കരെ സർവ്വലോക പാലകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് തഖ്വാ ബോധമുള്ളവരായി ജീവിക്കൊണ്ടു എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി വസിയത്ത് ചെയ്യരെ, ഉത്ബോധിപ്പിക്കരെ. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ഭവനിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കാലാകാലം ഒരുമിച്ച് കൂടണു. അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന മാസത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ആ നിമിഷങ്ങൾ
എൻ്റെ കഴിഞ്ഞ ഖുത്ബയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഉണ്ട് നമുക്ക് മനസ്സിലാക്കണുള്ളത് റസൂലിൻ്റെ വഫാത്ത് നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്തിരെ. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയെ തിരഞ്ഞെടുത്തും കൊണ്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ പരിപാലനം നടക്കരുതുമായി ബന്ധപ്പെട്ട വളരെയേറെ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി അവിടുത്തെ ഭൗതിക ശരീരം അവിടെയുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ആകണം ശ്രദ്ധിക്കേണ്ടത്. അത് വേഗത്തിലായിരിക്കണം, പെട്ടെന്ന് തീർക്കണം മയ്യത്ത് ജനാസയുടെ സംസ്കരണം. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് പിടിപ്പാട്ടിയത്. ജനാസയുടെ കാര്യം നിങ്ങൾ വേഗത്തിലാക്കണോട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പിടിപ്പാട്ടിയത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭൗതിക ശരീരം അടക്കം ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ച് കാലതാമസമെടുത്തു. തിങ്കളാഴ്ച 2 ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച പൂർവാഹന സമയത്ത് വഫാത്തായ റസൂലിനെ മറവ് ചെയ്തത് ബുധനാഴ്ച 2 രാത്രി. അതും ആ പരിപാലനമെല്ലാം കഴിയുമ്പോൾ രാത്രിയായിരുന്നു, മധ്യരാത്രിയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ വളരെ വൈകി. കാരണമെന്താണ്? അതൊക്കെ കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് സഹാബിമാർ ശ്രദ്ധിച്ചത് അവിടെ ഒരു പിൻഗാമിയുണ്ടാകണം, ഒരു ഖലീഫയുണ്ടാകണം. അത് പ്രധാനമായ കാര്യമാണ്. കാരണം അതുവരെ അല്ലാഹുവിൻ്റെ റസൂലാണ് ആ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇപ്പം നേതൃത്വമില്ല, റസൂൽ വഫാത്തായി. പല വിധത്തിലുള്ള ഫിത്നകൾ, ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു. ചില ഇസ്ലാമിലേക്ക് അപ്പോൾ കടന്നു വന്ന ചില ദുർബല മനസ്സിൻ്റെ ഉടമകൾ, കപടവിശ്വാസികൾ പലതും പറയാൻ തുടങ്ങി. റസൂലുള്ള വഫാത്തായിട്ടല്ലേ ഇനി നമുക്ക് നിസ്കരിക്കണമെന്നില്ല, ഇമാമും ജമാഅത്തായിട്ടുള്ള നിസ്കാരം അതിൻ്റെ ആവശ്യമില്ല, റസൂലുള്ള വഫാത്തായിട്ടല്ലേ. വേറെ ചില ആളുകൾ ഇങ്ങനെ ചൊല്ലണക്ക് തുടങ്ങിയാറ്, റസൂലുള്ള വഫാത്തായിട്ടല്ലേ ഇനി സക്കാത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അവിടെ തലപ്പൊക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു ഖലീഫയുടെ, ഒരു പ്രവാചകന്റെ, ഒരു പിൻഗാമിയുടെ ആവശ്യം അവിടെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന മുസ്ലിം സമൂഹം അവർ ഏറെ ശ്രദ്ധിച്ചത് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണ്. ഖലീഫ ഇല്ലാതെയായി പോയാൽ മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി പോകും. ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്തിനായിട്ട് ചെന്നെങ്കിൽ ലാ ഇസ്ലാമ ഇല്ലാ ബി ജമാഅ, ഒരു സംഘടന ഇല്ലാതെ ഇസ്ലാം ഇല്ലാണ്ട്, ഒരു ഇസ്ലാം നല്ല നിലക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു സംഘടന, ഒരു ജമാഅത്ത്, ഒരു സംഘ സംസ്ഥ ഇവിടെ ഉണ്ടാകണം. അത് അനിവാര്യമാണ്. അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല. ഛിന്ന ഭിന്നമാകാതിരിക്കാൻ അവിടെ ജമാഅത്ത്, മുസ്ലിം ഉമ്മത്ത്, ഒരു സമൂഹം ഉണ്ടാകണം. വലാ ജമാഅത ഇല്ലാ ബിഇമാറ. അങ്ങനെ സംഘടനയുണ്ടാകുമ്പോ അത് ഒരു ഇമാറത്ത്, ഒരു നേതൃത്വം അതുകൊണ്ടാകണം, ഒരു ലീഡർ അതുകൊണ്ടാകണം. വലാ ഇമാറത ഇല്ലാ ബിഇതാഅ. അങ്ങനെ ഒരു അമീർ, ഒരു നേതാവ്, ഒരു നേതൃത്വം അതുകൊണ്ടാകുമ്പോ ആ നേതൃത്വത്തെ അനുസരിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബത്ത് ഇനി ആരായിരിക്കണം, പ്രവാചകന്റെ പിൻഗാമി ആരായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരി ആരായിരിക്കണമെന്ന്
അവിടെ വെച്ച് ബനൂ സായിദായിട്ട് ചൊല്ലുറ ബനൂ സായിദയുടെ ഒരു പന്തലിൽ അവരങ്ങനെ ഒരുമിച്ച് കൂടി അവിടെ ചർച്ച നടത്തുകയാണ്. അങ്ങനെ ആ ചർച്ചയിൽ എല്ലാവരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി, പ്രവാചകന്റെ ഉത്തരാധികാരിയായി അവർ തിരഞ്ഞെടുത്തു, ബൈഅത്ത് ചെയ്തു. കാരണം അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. അവരെല്ലാം ഐക്യകണ്ഠേന അബൂബക്കറിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് അവർ അബൂബക്കറിനെ തിരഞ്ഞെടുത്തു? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് മുന്നോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് നിസ്കാരത്തിന് ഇമാമത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനട്ട് നിങ്ങൾ കൽപ്പിക്കൂ, അബൂബക്കർ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ. ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന പൊളക്കമായിട്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അങ്ങനെ ചൊന്ന ആ പൊളക്കത്തെ അവിടെ വ്യാഖ്യാനിക്കരുത്. ഇപ്രകാരമാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതായിട്ട് ഈ പൊളക്കത്തിലുണ്ട്. അലാ അന്നഹു അഹഖു ബിഖിലാഫത്തി റസൂലില്ലാഹി മിൻ ഗൈരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിൻഗാമിയായിട്ട് ഒരു ഖലീഫയായിട്ട് വരണോ ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തി അത് മഹാനായ അബൂബക്കർ സിദ്ദീഖാണ് എന്നത് ഇതിലൂടെ കിട്ടിയ ഒരു സൂചനയായിട്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ചൊല്ലുറോ. അതുകൊണ്ടാണ് സഹാബത്ത് ചൊന്നത്, ഐക്യകണ്ഠേന സഹാബത്ത് ചൊന്നത്, റളീനാ ലിദുന്യാനാ മൻ റളിയഹു റസൂലുള്ളാഹി ലിദീനിനാ, ഞങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കണോ, ഇമാമത്ത് നിൽക്കണോ മഹാനായ അബൂബക്കർ സിദ്ദീഖിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിയമിച്ചതെങ്കിൽ നമ്മുടെ ദുന്യാവിന്റെ കാര്യത്തിൽ നമുക്ക് നേതാവാകണം, ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഞങ്ങൾക്ക് മതി, ഞങ്ങൾ തൃപ്തിപ്പെട്ടു. ഇതായിട്ട് ഇന്ന് സഹാബത്തുൽ കിറാം എല്ലാവരും ഐക്യകണ്ഠേന ചൊന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ബൈഅത്ത് ചെയ്തു, അനുസരണ പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. അത് ചരിത്രത്താളുകളിൽ ബംഗാര ലിപികളിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അണ്ട് നടത്തിയ പ്രസംഗത്തിലെ ചെറിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഇസ്ലാമിന്റെ ഉത്തരാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ നടത്തിയ ആ പ്രസംഗത്തിലെ കുറച്ച് ഭാഗം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് ചൊല്ലുറോ, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഫഇന്നി ഖദ് വല്ലീതു അലൈക്കും, നിങ്ങളെല്ലാവരും എൻ്റെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചാറ്, എൻ്റെ കയ്യിൽ ഇതിരാടളിത്തം, ഈ രാജ്യത്തിനാടളിത്തം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാറ് നിങ്ങളെല്ലാവരും. വലസ്തു ബിഖൈരിക്കും, ഇതിനർത്ഥം ഞാൻ നിങ്ങളെക്കാൾ ഖൈറായവനാണ് എന്നല്ല. നോക്കണം, അദ്ദേഹം ചൊല്ലുற ഓരോ പളക്കമാ പ്രസംഗത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ ചൊല്ലുറോ, വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ ഖൈറായവൻ ഒരിക്കലുമല്ല, നിങ്ങളെ പോലത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ ഒളിത്തുകൾ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴത്തോ ഫാഇനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം, നിങ്ങളുടെ ബെമ്പളം എനിക്കുണ്ടാകണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തപ്പ് വന്നു പോയാൽ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ ഫഖവ്വിമൂനി, എന്നെ നിങ്ങൾ എന്താക്കണം, ശരിപ്പെടുത്തണം, ശരിയാക്കണം. അസ്ദിഖു അമാന വൽ കദിബു ഖിയാന, ജീവിതത്തിലുടനീളം നിങ്ങൾ സത്യസന്ധത പാലിക്കണം, വിശ്വസ്തരാകണം, നീതിബോധമുള്ളവരാകണം, സദാചാര ബോധമുള്ളവരാകണം. കാരണം അത് അമാനത്തായിട്ടിക്കറ്, സത്യോണ്ട് ചൊല്ലുന്നത്, നീതി നേരിട്ട് ചൊല്ലുന്നത് അത് അമാനത്തായിട്ടിക്കറ്. നേരെ മറിച്ച് അതിൻ്റെ വിപരീതമായിട്ടിക്കറ, അസത്യവും അധർമ്മവും എല്ലാം തന്നെ അത് ഖിയാന, അത് വഞ്ചനയായിട്ടിക്കറ്, ചതിയായിട്ടിക്കറ്. അതേപോലെ നമ്മുടെ ഈ റായത്ത്
കെടുക്കുകൾ, അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ, നീചവൃത്തികൾ ഉണ്ടാവണു കുതീറ. കാരണം വലാ തശീഉൽ ഫാഹിശതു ഫീ ഖൗമിൻ ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ബലാ. നമ്മുടെ സമാജത്തിൽ, നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമാജത്തിൽ, സമൂഹത്തിൽ കെടുക്കുകൾ ഉണ്ടാകുമ്പോൾ, കെടുക്കുകൾ വ്യാപിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണം എല്ലാവരെയും ബാധിക്കും. ചിലപ്പോൾ അല്ലാഹു തആല മാറാവ്യാധി രോഗങ്ങൾ, മഹാമാരികൾ അല്ലാഹു തആല ഇറക്കി പരീക്ഷിക്കും. ചിലപ്പോൾ അല്ലാഹു തആല ധാരാളം മഴ തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും, മഴ തരാണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന് എല്ലാവരും വിധേയരായിത്തീരും. എന്നിട്ട് അദ്ദേഹം ചിലരെ പളക്ക നോക്കോറും, അതീഉനി മാ തഅതുല്ലാഹ വറസൂലഹു, എന്നെ നിങ്ങൾ അനുസരിക്കണം. അതേ ഒരു അമീറിനെ, ഒരു ഖലീഫയെ അനുസരിക്കൽ നിർബന്ധമാണല്ലോ. എന്നെ നിങ്ങൾ അനുസരിക്കണം. എപ്പോ? മാ തഅതുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുമ്പോൾ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോൾ മാത്രം നിങ്ങൾ തന്നെ അനുസരിച്ചാൽ മതി. ഫൈദാ അസൈതുല്ലാഹ വറസൂലഹു ഫലാ തഅത ലി അലൈക്കും, ഇനി അല്ലാഹുവോ റസൂലുകോ ഞാൻ എന്തെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, ധിക്കാരം പ്രവർത്തിച്ചാൽ, അപ്പൊ നിങ്ങൾ എന്നെ അനുസരിക്കണം കുതീറ. ഇത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സഹാബത്തും ജനങ്ങളുമെല്ലാം തന്നെ മുസ്ലിം ഉമ്മത്ത് ഖലീഫയായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ആ മഹത്തായ, ബൃഹത്തായ, ഗംഭീരമായ പ്രസംഗത്തിന് ഒരു ഭാഗം മാത്രമാണ് ഞാൻ കീഴ്പ്പാട്ടിയത്. ഇന്ന് ആധുനിക ലോകത്ത് നമ്മുടെ ഇടയിലുള്ള ഭരണാധികാരികൾ, ആഡളിതകാരന്മാർക്ക് ഇതുപോലെ പ്രസംഗിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഖലീഫയെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇനി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസയുടെ സംസ്കരണമാണ് നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പാട്ടണം, റസൂലുള്ളാഹിയെ കഫാൻ ചെയ്യണം, റസൂലുള്ളാഹിയെ പേരിൽ നിസ്കരിക്കണം, റസൂലുള്ളാഹിനെ ദഫൻ ചെയ്യണം, ഖബറടക്കണം. ആ വിഷയത്തിലേക്ക് സഹാബത്തുൽ കിറാം ഇറങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭൗതിക ശരീരം കുളിപ്പാട്ടണുകയെടുക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ അതാ കുളിപ്പാട്ടറ്. എങ്ങനെയാണ് കുളിപ്പാട്ടിയത്? ആരെല്ലാമാണ് കുളിപ്പാട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായിട്ടിക്കരെ, മകളുടെ ഭർത്താവായിട്ടിക്കരെ അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ കുഞ്ഞബ്ബയായിട്ടിക്കരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിടെ മക്കളായിട്ടിക്കരെ ഖുസം, ഫള് റളിയല്ലാഹു തആല അൻഹും. അങ്ങനെ ഒരു 5-6 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പാട്ടുന്നു. എങ്ങനെയാണ് കുളിപ്പാട്ടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നീളക്കുപ്പായം, ആ വസ്ത്രത്തിന്റെ കൂടെയാണ് കുളിപ്പാട്ടുന്നത്. ചൊന്നെങ്കിൽ ഞങ്ങളെ കൈ റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് സ്പർശിക്കാതെയാണ് കുളിപ്പാട്ടിയത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, റസൂലുള്ളാഹിന്റെ ശരീരം ഭാഗം കാണാതിരിക്കുന്നത് വേണ്ടി അങ്ങ് ശ്രദ്ധിച്ചു. കൈ റസൂലുള്ളാഹിന്റെ ബോഡിയിലേക്ക് സ്പർശിക്കാതെ വസ്ത്രത്തിന്റെ കുപ്പായത്തിന്റെ മേൽ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് കുളിപ്പാട്ടിയത്. അത് ആ റസൂലിന്റെ ശരീരത്തോട് കാണിച്ച ഒരു ആദരവ് മൂലമായിരുന്നു. അങ്ങനെ കുളിപ്പാട്ടിയതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്യലാണ്. കുളിപ്പാട്ടിയതിൻ്റെ ശേഷം കഫൻ ചെയ്യുന്നു. യമനിൽ ഉണ്ടാക്കപ്പെട്ട 3 വെള്ള തുണികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്. യമനിൽ നെയ്യപ്പെട്ട, യമനിൽ ഉണ്ടാക്കപ്പെട്ട 3 വസ്ത്രം, 3നേക്കാൾ അധികമായിട്ട് പിന്നെ പ്രത്യേകം ഒരു കമീസ് ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ തലപ്പാവ് ഉണ്ടായിരുന്നില്ല. വെറും 3 വെള്ള വസ്ത്രങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ കഫൻ ചെയ്തത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. യമനിൽ ഉണ്ടാക്കപ്പെട്ട വസ്ത്രം കൊണ്ട്, അതേ സഹൂലിയ എന്നറിയപ്പെടുന്ന യമനിൽ ഉണ്ടാക്കപ്പെട്ട വസ്ത്രത്തിലാണ് റസൂലുള്ളാഹിനെ കഫൻ ചെയ്തത്. റസൂലുള്ളാഹിനെ കഫൻ ചെയ്തതിന് ശേഷം പിന്നീട് നടക്കേണ്ടത് ജനാസ നിസ്കാരമാണ്. അവിടെ ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അടിമകളും എല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ നിസ്കാരം ആദ്യമായിട്ട് പുരുഷന്മാരാണ് നിർവഹിച്ചത്. ആദ്യമായിട്ട് പുരുഷന്മാർ ഇമാമി ഇല്ലാതെയാണ് നിസ്കരിച്ചത്.
ഒറ്റക്കൊറ്റക്കായിട്ടാണ്, ഇമാമില്ലാതെ ഒറ്റക്കൊറ്റക്കായിട്ടാണ് റസൂലുള്ളാഹിന്റെ ജനാസ നമസ്കരിച്ചത്. അങ്ങനെ ആണുങ്ങൾ നിസ്കരിച്ചതിന്റെ ശേഷം പിന്നെ പെണ്ണുങ്ങൾ നിസ്കരിച്ചു, സ്ത്രീകൾ പ്രവേശിപ്പിക്കപ്പെട്ടു. അതെ, ആയിഷ ബീവിയുടെ ഹുജറയിലാണല്ലോ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഭൗതിക ശരീരമുള്ളത്. അങ്ങനെ ആണുങ്ങളെ പ്രവേശിക്കപ്പെട്ടു, അവർ നിസ്കാരം കഴിഞ്ഞു. പിന്നെ പെണ്ണുങ്ങളെ പ്രവേശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പെണ്ണുങ്ങളെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികളെ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ കുട്ടികളും അവിടത്തേക്ക് വേണ്ടി നിസ്കരിച്ചു. പിന്നീട് അടിമകളും അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. ഇമാമായി നിന്നിരുന്നിട്ടല്ല, ഇമാമായി ആരും തന്നെ നിന്നിരുന്നില്ല, ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിച്ചത്. അപ്പൊ അതൊക്കെ കാരണമുണ്ട്. പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ ചൊല്ലുന്നില്ല, ഇവിടെ വിവരിക്കാൻ ഇപ്പൊ സമയമില്ല. അതിലൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അങ്ങനെ വസിയത്ത് ചെയ്തു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നല്ലോ. ആ സലാത്തിന്റെ കൂട്ടത്തിലാണ് ജനാസയുടെ സലാത്തിനെയും ഉൾപ്പെടുത്തിയത്. ഇതൊരു അഭിപ്രായമാണ്, വേറെ അഭിപ്രായമുണ്ട്. ചൊന്നെങ്കിൽ മയ്യത്ത് നിസ്കാരമുണ്ട്, ചൊന്നെങ്കിൽ അത് റുക്കോയില്ല, സുജൂദില്ല. അപ്പൊ അതുകൊണ്ട് ഈ സലാത്തിനെ ആ സലാത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി ആ സലാത്ത് എങ്ങനെയാണ്, ഒറ്റൊറ്റക്കാണല്ലോ സലാത്ത് ചൊല്ലുക. അപ്പൊ അതുപോലെ ഈ സലാത്തിനെയും ഈ സലാത്തുൽ ജനാസയെയും ആ സലാത്തിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ നിസ്കാരം ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിച്ചത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായിട്ട് പുരുഷന്മാർ, പിന്നീട് സ്ത്രീകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ നിസ്കരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, സ്ത്രീകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയിൽ പങ്കെടുത്തിരുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു എന്നത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് പ്രത്യേകമായി ഞാൻ ചൊല്ലണുള്ള കാരണം, ഇന്ന് നമ്മുടെ ഇടയിൽ ചില പുരോഹിതന്മാർ ജനാസ നിസ്കാരത്തിന് സ്ത്രീകൾക്ക് അവകാശം നൽകുന്നില്ല. അള്ളാഹുവിന്റെ പള്ളികളെ തടയുന്നത് പോലെ, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അള്ളാഹിന്റെ പള്ളിയെ തടയുന്നത് പോലെ ജനാസ നിസ്കാരത്തിൽ നിന്നിട്ടും നമ്മുടെ ഇടയിലുള്ള പുരോഹിതന്മാർ, സമസ്തക്കാർ തടയുന്നത് കാണാം. ഇത് അക്രമമാണ്, അനീതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ നിസ്കാരത്തിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു, സ്ത്രീകളും ആ ജനാസ നിർവഹിച്ചു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു മനുഷ്യൻ, നമ്മുടെ വാപ്പ മരിച്ചാൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമ്മുടെ മകനോ മകളോ മരിച്ചാൽ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ, അവസാനമായി നാം ചെയ്യുന്ന കർമ്മം എന്താണ്? ഈ ദുനിയാവിൽ നിന്നിട്ട് നാം അയക്കുന്നത് ജനാസ നിസ്കാരത്തിലൂടെയാണ്. അവസാനമായി നാം നൽകുന്ന ജനാസ നിസ്കാരമാണ്. ആ ജനാസ നിസ്കാരം പെണ്ണുങ്ങളെ തടയുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം അനീതിയാണ്, അക്രമമാണ്. സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ നിസ്കാരം, ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കമാണ് നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കം എവിടെയാണ് മറമാടേണ്ടത് എന്ന കാര്യത്തിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഖലീഫയെ അവർ ആദ്യം തിരഞ്ഞെടുത്തത്. ഖലീഫയെ ആദ്യം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. കാരണം ഒരു ഖലീഫ എന്ത് കൽപ്പിക്കുന്നത് അനുസരിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ മറമാടണമെന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ചില ആളുകൾ അഭിപ്രായപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാടാണല്ലോ മക്ക, ആ മക്കയിലാണ് മറമാടേണ്ടത് എന്ന് ചില ആളുകൾ വാദിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാട് എവിടെയാണ്? മക്കയാണ്. എന്ന് മാത്രമല്ല, റസൂലിന്റെ സഹധർമ്മിണിയായ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായ 25 വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ ഇണയായി തുണയായി ജീവിച്ച ഖദീജ റളിയല്ലാഹു അൻഹാ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മക്കയിലാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ മക്കയിൽ മറമാടണമെന്നൊരു അഭിപ്രായം. വേറെ ഒരു അഭിപ്രായം, മദീനയിലെ പൊതു മഖ്ബറായിട്ടുള്ള ബഖീഉൽ മർഖദിൽ, അതെ അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരുപാട്
പത്നിമാർ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, റസൂലുള്ളാഹിന്റെ ഒരുപാട് മക്കളെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഒരുപാട് സ്വഹാബത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മദീനയിലാണല്ലോ. അവിടെ റസൂലിനെ മറമാടണമെന്ന അഭിപ്രായം വന്നു. വേറെ ഒരു കൂട്ടർ പറഞ്ഞു, അല്ല, റസൂലുള്ളാഹിന്റെ മുമ്പ് കഴിഞ്ഞു കടന്നു പോയ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, ഇബ്രാഹിം, ഇസ്ഹാഖ് തുടങ്ങി, ദാവൂദ്, സുലൈമാൻ, മൂസ, മൂസ തുടങ്ങിയ പ്രവാചകന്മാർ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്രാ നടന്ന സ്ഥലമാണല്ലോ ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തായിരിക്കണം മറവ് ചെയ്യേണ്ടത്. അഭിപ്രായ വ്യത്യാസം വന്നപ്പോ അതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിന്നും കൊണ്ട് അവിടെ അഭിപ്രായം പറയുകയാണ്. നോക്ക്, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പളക്കം ഞാൻ കേട്ടറേ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന ഒരു പളക്കം, അതേ ഒരു നബിയുടെ ഖബർ എവിടെയാകുന്നതാണോ ഇഷ്ടപ്പെടുന്നത് അവിടെയായിരിക്കും ആ നബിയുടെ ആത്മാവിനെ, റൂഹിനെ പിടിക്കുക. ചൊന്നെങ്കിൽ നബിമാർ എവിടെയാണോ മരിക്കുന്നത് അവിടെയായിരിക്കണം അവരുടെ ഖബർ വരേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പളക്കം ഞാൻ കേട്ടറേ. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം ഓതി കേൾപ്പിച്ചു. മാമിൻ നബിയിൻ യുഖ്ബലു ഇല്ലാ ദുഫിന തഹത മദ്ജഇഹി അല്ലദീ മാത ഫീഹി. നബിമാർ എവിടെയാണോ മരിക്കുന്നത് അവിടെയായിരിക്കണം അവരുടെ ഖബർ വരേണ്ടത്. മരിച്ച അതേ ജാഗയിലായിരിക്കണം ഖബർ വരേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന ഒരു ഹദീസ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവരെ കേൾപ്പിക്കുകയും, അങ്ങനെ അവിടെ വെച്ച് എവിടെയാണോ റസൂൽ മരണപ്പെട്ടത്, ആയിഷയുടെ സ്വന്തം പത്നിയായ അതേ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളായ ആയിഷയുടെ വീട്ടിലാണല്ലോ. അവിടെ വെച്ച് അതേ സ്ഥലത്ത് വെച്ച് റസൂൽ കിടന്നിരുന്ന വിരിപ്പെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെയാണ് ഖബർ കുഴിച്ചത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ മറമാടിയത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ട ആ പ്രവാചകനെ മറവ് ചെയ്ത് മറവിൻ്റെ പണി പൂർത്തിയായപ്പോ അത് അവസാനിക്കുന്നത് ഒരു ബുധനാഴ്ച രാത്രിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ കാരണം. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കലും വിശദീകരിക്കാം. ഭൂമിയേക്കാൾ ഒരിച്ചാണ് മാത്രം ഉയർത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ നിലനിൽക്കുന്നത്. സഹാബത്ത് ഖബർ പണിത് അങ്ങനെയാണ്, ഒരിച്ചാണ് മാത്രം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുബ്ബനൊക്കെ കാണിച്ചിട്ട് ഇവിടെ ചില ആളുകളൊക്കെ, ചില കുബൂരികൾ, ഖബർ പൂജാരികളൊക്കെ വാദിക്കുന്നു, നോക്കൂ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മേൽ കുബ്ബയില്ലേ, അപ്പൊ അതുകൊണ്ട് കുബ്ബയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞങ്ങോട്ട് വാദിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഈ കുബ്ബ വന്നത്? സഹാബത്തിന്റെ കാലത്തല്ല, താബീങ്ങളുടെ കാലത്തല്ല, താബീങ്ങളുടെ കാലത്തല്ല, അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ചില രാജാക്കന്മാർ, നമുക്കറിയാമല്ലോ, ഒരുപാട് ഷീ വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരൊക്കെ വന്നതും അതേപോലെ പ്രവാചകന്റെ മൗലിദൊക്കെ കഴിച്ചതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞ് രാജാക്കന്മാരുടെ കാലത്തുണ്ടാക്കിയതാണ്. ഖബറുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് കുറേ വിശദീകരിക്കാനുണ്ട്, അത് നമുക്ക് മറ്റൊരിക്കൽ വിശദീകരിക്കാം. ഇതാണ് പ്രവാചകന്റെ ഖബറിന്റെ അവസ്ഥ. ഇതിലൊക്കെ നമുക്ക് പാഠമുണ്ടാകണം, നാം നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കി ജീവിച്ച് ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ സുബ്ഹാനഹു വ തആല ഫിസ്സിർരി വൽ അലൻ وكونوا مع الصادقين. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഇനി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനമായ കാര്യങ്ങളുണ്ട്. നാം കണ്ടു, നാം മനസ്സിലാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത് മുതൽ ഖബറടക്കം ചെയ്യപ്പെടുന്നത് വരെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഹാബത്തിനുണ്ടായി. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭൗതികമായ ശരീരം അവിടെയുണ്ട്, മറവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഭൗതികമായ ശരീരം അവിടെയുണ്ട്. സഹാബാക്കളിൽ ആരെങ്കിലും അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് നമുക്ക് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാം, റസൂലുള്ള നമ്മുടെ ഒന്നിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയത് നമുക്ക് എവിടെയും കാണാൻ സാധിച്ചില്ല. അല്ലാഹുവിൻ്റെ റസൂലിനോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് പരിഹാരം തേടാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിഭാഗമാണല്ലോ സഹാബത്തുൽ കിറാം. അതുതന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവിടെയുണ്ട്. ആരെങ്കിലും ഒരാൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണാൻ അല്ലാഹുവിന്റെ റസൂലിനോട്, മരിച്ചു കിടക്കുന്ന റസൂലിനോട് ചോദിച്ചതായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇവർക്കാർക്കെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ആണോ? ഇന്ന് അങ്ങനെയാണല്ലോ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന മഹാപുരുഷന്മാരോട്, സമാധിസ്ഥലിൽ മറിഞ്ഞു കിടക്കുന്ന അമ്പിയാക്കന്മാരോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും ഒക്കെ സഹായം തേടുന്നവർ, അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്നവർ ന്യായം, ഒരു മുടന്തൻ ന്യായം എന്താണ്? അവർക്ക് കറാമത്തുണ്ട്, അവർക്ക് അല്ലാഹു തആല കറാമത്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന ഒരു മുടന്തൻ ന്യായമാണ് പറയുന്നത്. എന്നാൽ ഈ സഹാബത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പരസ്പരം കൂടിയാലോചന നടത്തിയിട്ട് പരിഹാരം കണ്ടെത്തിയതല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് സഹാബത്തിന്റെ വിശ്വാസമായിരുന്നില്ല. കാരണം അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂലും മരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ എന്താണ് പ്രചരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കാണുന്നുണ്ട്, ഖബറിൽ കിടന്ന് എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പരിഹാരം നൽകുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, ഇത് സഹാബത്തിന്റെ വിശ്വാസമല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ച് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന്റെ ശേഷം ജനിച്ച ഒരാളാണല്ലോ ആര്? റിഫായി ശൈഖ് എന്ന പേരറിയപ്പെടുന്ന ഒരാൾ, റിഫായി ശൈഖ് എന്ന പേരറിയപ്പെടുന്ന ഒരു വ്യക്തി. ആ റിഫായി ശൈഖ് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ട് കുറെ ഇങ്ങനെ പാടി, റസൂലുള്ളാഹിനെ ഇങ്ങനെ പുകഴ്ത്തി പാടിയിട്ട്, ആ പാടിയ സന്ദർഭത്തിൽ റസൂലുള്ള ഖബറിൽ നിന്നിട്ട് കൈ നീട്ടിക്കൊടുത്തു. അങ്ങനെ റിഫായി ശൈഖ് ആ കൈയിനെ മുത്തി എന്ന് ഇവിടെ റിഫായി മൗലിദിൽ കാണാൻ സാധിക്കും. ഇത് അവരുടെ വിശ്വാസമാണ്, ഖുബൂരികളുടെ വിശ്വാസം അങ്ങനെയാണ്. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباه قد حضرت فامدد يديك لكي تحظى بها شفتي. റിഫായി ശൈഖ് ഇങ്ങനെ പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഇങ്ങനെ പാടി എന്നാണ്. എന്താണ് പ്രിയമുള്ളവർ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഒരുപാട് അപകടങ്ങൾ, അബദ്ധങ്ങൾ ഒരു മുസ്ലിമിന് അങ്ങനെ വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്ത്? ഞാൻ ഓ റസൂലേ ദൂരത്തുണ്ടാവുന്ന സന്ദർഭത്തിൽ അതേ ഞാൻ എൻ്റെ റായത്തുണ്ടാകുമ്പോ ഞാൻ എൻ്റെ റൂഹിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കാറുണ്ട് നിങ്ങളുടെ അടുക്കലേക്ക്. എന്തിനെ? എൻ്റെ റൂഹിനെ ഞാൻ അയക്കാറുണ്ട്. റൂഹുണ്ട് ചെന്ന ഇയാളെ ബോബരെ മുതുമുത്തച്ഛൻ്റെ തറവാട് സ്വത്ത് മാതിരി റൂഹുണ്ട് ചെന്നതിരെ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയായിട്ടാണ് അള്ളാഹു ചെന്നത്. അള്ളാഹുന്റെ റസൂലിക്ക് പോലും പരിപാടി കൊടുത്തിട്ടില്ല. റൂഹിനെ പറ്റി കേൾക്കുമ്പോൾ ഖുർആനിലാണ് ജൂതന്മാർ നബിയോട് റൂഹിനെ പറ്റി
കേൾക്കുമ്പോൾ അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ട് എന്താ ചൊന്നത്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ് റൂഹ്. റിഫായി ശൈഖ് ചൊല്ലത് എന്തിനിട്ട്? റിഫായി ശൈഖ് ചൊന്നും റോഡില്ലാണ്ട് നമുക്ക് പിടിയില്ല. പക്ഷെ അങ്ങനെയാണ് പോലും കിതാബിലുള്ളത്. ഓ നബിയെ, ഓ റസൂലെ, ഞാൻ ദൂരത്തുണ്ടാകുമ്പോ എന്റെ റൂഹിനെ ഞാനിതാ നിങ്ങളെ മുട്ടയക്കാറുള്ളേ. ഇപ്പോഴിതാ ഞാൻ റൂഹ് മാത്രമല്ല, ഞാനും റൂഹിനെ വെട്ടുക ഇതാ ഞാൻ നിങ്ങളെ മുട്ട ഹാജരായിട്ടുള്ളേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങളെ രണ്ട് കൈകൾ, നിങ്ങളെ കൈകളൊന്ന് നീട്ടി തരൂ നബിയെ. ഓ കൈ നീട്ടി തന്നാ ഞാനതിനെ മുത്തി മണത്തിട്ട് ഞാനിതാ ബർക്കത്ത് നേടുവേ. ഇങ്ങനെ റിഫായി ശൈഖ് പോയി ചൊന്തൂണ്ടവിടെ ചൊല്ലുമ്പോൾ അതാ അപ്പ കബർ പൊട്ടി കൈ ഇങ്ങനെ പുറത്തിട്ടിട്ട് കൈ ഇങ്ങനെ പുറത്തിട്ടിട്ട്. എന്നിട്ട് റിഫായി ശൈഖ് അതേ കിതാബിൽ മൗലൂദിൽ കാണാം, ഫഇൻദ ദാലിക അഖറജ റസൂലുള്ളാഹ് യദഹുൽ മുബാറക. അങ്ങനെ റിഫായി ശൈഖ് ചൊല്ലുമ്പോഴത്തോ അതേ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ബർക്കത്താക്കപ്പെട്ട കയ്യിനെ ഇങ്ങനെ പുറത്തിട്ട് ഫഖബ്ബലഹ സയ്യിദു അഹ്മദുൽ കബീർ. അപ്പൊ അഹ്മദുൽ കബീർ റിഫായി ആ കയ്യിനെ പിടിച്ച് അങ്ങനെ മുത്തിത്തേണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് റിഫായി ശൈഖിനെ പറ്റി അങ്ങനെ ചൊല്ലുറു. അതേപോലെ നമ്മുടെ കേരളത്തിൽ ഒരാളുണ്ട്, വെളിയങ്കോട് ഉമർ ഖാദി ചൊന്ന്, പണ്ട് ബ്രിട്ടീഷുകാരോടൊക്കെ പോരാടി ഒരു നല്ല ഒരു മനുഷ്യനാണ്. അയാളെ പറ്റിയും ഇതേപോലെ ചൊല്ലുറു. റിഫായി ശൈഖ് മാത്രമല്ല, ഇങ്ങനെ ഓരോന്ന് ആൾക്കാർ. ഇനിയിപ്പോൾ നമ്മളൊരു ഗ്രാൻഡ് മുബ്തദി ഉണ്ടല്ലോ, അതിന് അയാൾ മരിച്ചാലും അയാളെ പറ്റി ചൊല്ലും. അയാൾ ഒരിക്കൽ പണ്ടിങ്ങനെ റസൂലുള്ളാഹിട്ട് പോയിട്ടാകുമ്പോൾ കൈയൊക്കെ നീട്ടിയിട്ട് പിടിയായിട്ടല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജങ്ങൾ, കള്ളത്തരങ്ങൾ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവർക്കൊക്കെ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും പേര് കളവ് പറയുന്നവർക്ക് മറ്റുള്ളവരുടെ പേരിൽ എങ്ങനെ കളവ് പറയാതിരിക്കാൻ സാധിക്കും? എന്തെല്ലാം കോപ്രായങ്ങൾ, പേക്കൂത്തുകളാണ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 ഇവർ കാട്ടിക്കൂട്ടിയത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ അപമാനിക്കുന്ന നിലക്ക്, ഇസ്ലാമിനെ അവഹേളിക്കുന്ന നിലക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കരിവാരി തേക്കുന്ന നിലക്കാണ് അവർ റോട്ടിലൂടെ പേക്കൂത്തുകൾ കാണിച്ചത്. അവരുടെ പണ്ഡിതന്മാർക്ക് പോലും തന്നെ അതിനെ എതിർക്കേണ്ടി വന്നു. പക്ഷെ എതിർത്തിട്ട് ഇനി എതിർത്താൽ അവരുടെ പിടുത്തം വിട്ടുപോയി. ആരും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കൂല. ആ നിലക്കെത്തി കാര്യം. കാരണം പ്രിയമുള്ളവർ, വലിയ അപകടമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ നബിദിനാഘോഷം ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അല്ലാഹുവിനെയും അതേപോലെ റസൂലിനെയും കളിയാക്കുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്ന നിലക്ക് എത്തിക്കുവാനുള്ള കാരണം അവരിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ പരിശുദ്ധമായ ദീന് കൊണ്ട് അമ്മാനമാടുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം? ഞാൻ നിർത്താൻ പോകുന്നു. അതേ ഹബീബായ റസൂൽ തന്നെ നമുക്ക് പഠിപ്പാട്ടി തന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വേർപിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ദുനിയാവിൽ നടക്കുന്ന സംഗതി ഒന്നും അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ല, അല്ലാഹുവിന്റെ റസൂൽ കാണൂല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ വഅവ്വലു ശാഫിഇൻ വഅവ്വലു അതായത് നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവർക്കുമുള്ള നേതാവ് ഞാനായിട്ടിക്കരെ. ആദ്യമായി ഖബർ പിളരുന്നത് എൻ്റെ ഖബറോൻ. എപ്പോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ പിളരുന്നത് ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിൽ. ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ കഹളവൂത്ത്, ആ ഊത്തിന സമയത്ത് എല്ലാവരും മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭം. ആദ്യമായി ഖബറിൽ നിന്നിട്ട് എഴുന്നേൽക്കുന്നത്, ആദ്യമായി ഖബർ പൊട്ടിപ്പിളരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറാൻ. അല്ലാഹുവിന്റെ റസൂലാണ് ആ ഖബറിൽ നിന്നിട്ട് എഴുന്നേറ്റ് വരുന്നത്. ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്, എൻ്റെ ശുപാർശയാണ് സ്വീകരിക്കപ്പെടുന്നത്. അതുവരെ അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്ത് തന്നെയാണ്, ഒരിക്കലും പുറത്തു വരാൻ സാധിക്കുകയില്ല. ഇവിടെ ദുന്യാവിൽ നടക്കുന്ന സംഗതി എന്താണെന്ന് അറിയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെയുള്ള ഒരു ലോകമാണത്, ബർസഖിയായ ലോകമാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ചൊന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട്. ആർക്ക്? മരിച്ചവർക്ക് പിന്നിൽ. മരിച്ചവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട്. ബർസഖ് എന്തിനാ? ഒരു തടസ്സമാണ്, ഒരു തടസ്സം, ഒരു ഹിജാബ്, ഒരു പർദ, ഒരു ബാരിയർ, ഒരു തടസ്സമുണ്ട്. ഒരിക്കലും അവർക്ക് ദുനിയാവിലുള്ള സംഗതി എന്തുണ്ട് അവർക്ക് പിടിയാവൂല. ദുനിയാവിലുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥ എന്താണ് നമുക്കും പിടിയാവൂല. അങ്ങനെയുള്ള ഒരു ബർസഖുണ്ട്. അതേ മരണത്തിന്റെ ആ തിരശ്ശീലക്ക് പിന്നിൽ
മരണത്തിൻ്റെ ആ പർദക്ക് പിന്നിൽ അവർ മറഞ്ഞുപോയി, അവർ മരയായിപ്പോയി, അവർ മായമായിപ്പോയി, കാലയവനികൾക്കുള്ളിൽ അവർ മറഞ്ഞുപോയി. പരിശുദ്ധ ഖുർആനാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇത് അഖീദയാണ്, ശരിയായ അഖീദയായി ആകണം. അഖീദയിൽ പാളിച്ച വന്നു പോയാൽ പ്രിയമുള്ളവർ നമ്മുടെ ഇസ്ലാം ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം കാണുന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അത് അള്ളാഹുവാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, മരിക്കാതെ ഹയാത്തുള്ളവൻ അള്ളാഹു മാത്രമാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാം നിയന്ത്രിക്കുന്ന സർവ്വലോക പാലകനും മാലകനും സാമ്രാട്ടും അത് അള്ളാഹു മാത്രമാണ്. അവന്റെ ആ സാർവഭൗമതയിൽ ഒരൽപ്പം പോലും സഹഭാഗികളില്ല, ഭാഗീദാരന്മാരില്ല, സംഘാതികളില്ല, ആരുമില്ല. ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഈ അഖീദയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് സഹാബത്തിൻ്റെ അഖീദ. ഇതാണ് സഹാബത്ത് നമ്മളെ പഠിപ്പാട്ടിയത്. ഈ വിശ്വാസത്തിന് എതിരായ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ തൗഹീദിൻ്റെ ആളുകളായി ജീവിച്ച് തൗഹീദിൻ്റെ ആളുകളായി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ആ പ്രവാചകൻ തന്നെ ചൊന്നു, സ്വർഗത്തിന്റെ താക്കോല് നിന്റെ കയ്യിലായിട്ടിക്കറ്, സ്വർഗത്തിന്റെ താക്കോല് നിന്റെ കയ്യിൽ ഞാനായിരിക്കും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്. ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കരുത് ഞാനാണ്. അങ്ങനെ കടക്കുമ്പോഴത്തോ എൻ്റെ കൂടെ എൻ്റെ ദീൻ, ഞാൻ കൊണ്ടുവന്ന ഞാൻ പ്രചരിച്ച ദീന് മുറുകെ പിടിച്ച് അത് പ്രചരിപ്പിച്ച് ആ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ആ തൗഹീദിലായി മരിച്ച ഒരു കൂട്ടം സാലിഹീങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു. ആ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ചൊല്ലറു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലുന്നത് പോലെ കലക്ഷൻ്റെ കാര്യം, നമ്മുടെ പള്ളിക്കുള്ള കലക്ഷൻ ആരും മറന്നു പോകരുത്. ഓരോരുത്തരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ നാളത്തെ ക്ലാസ്, ലേഡീസുകൾക്കുള്ള ക്ലാസ് നാളെ ശനിയാഴ്ച ദിവസമാണ്, വൈകുന്നേരം ഈ ദാറുൽ ഖൈർ മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട്. കഴിയുന്നത്ര സ്ത്രീകൾ ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം, ഖുർആനും സുന്നത്തും പഠിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ നന്ദാവറത്ത് നടക്കുന്ന നാളക്കലിയുള്ള മതപ്രഭാഷണം, ഒരു വിജ്ഞാന സദസ്സ്, കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ മതപ്രഭാഷണത്തിൽ പ്രസംഗിക്കാനുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യുവാൻ, ആ ധാരാളം നന്മകൾ പ്രചരിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.